So welcome back to our channel. So നമുക്കിനി പഠിക്കാനുള്ളത് മൊഡ്യൂൾ 3 ലാസ്റ്റ് ടോപ്പിക്കാണ് യൂണിയൻ ജുഡീഷ്യറി. സോ എന്താണ് യൂണിയൻ ജുഡീഷ്യറി എന്ന് നോക്കാം. The Indian Constitution has established an integrated judicial system with the Supreme Court at the top and the High Court below it. So നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഇന്റഗ്രൽ ജുഡീഷ്യൽ സുപ്രീം സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് പറഞ്ഞാണ് സുപ്രീം കോർട്ട്, അത് കഴിഞ്ഞിട്ടാണ് ഹൈക്കോർട്ട്. സുപ്രീം കോർട്ടിൻ്റെ താഴെയാണ് ഹൈക്കോർട്ട് വരുന്നത്. Under High Court and at the below state level, there is a hierarchy of subordinate courts, that is district courts and lower courts. അതായത് ഹൈക്കോർട്ടിന് താഴെ വരുന്ന ഹൈറാർക്കി എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് കോർട്സും അതേപോലെ ലോവർ കോർട്സും ആയിരിക്കും. So നമുക്കിനി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പഠിക്കാം. The Supreme Court of India was inaugurated on January 28, 1950. 1950 ജാനുവരി 28 തീയതിയാണ് നമ്മുടെ സുപ്രീം കോർട്ട് ഇനോഗ്രേഷൻ നടന്നത്. ആർട്ടിക്കിൾസ് 124 to 147 പാർട്ട് 5 കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 5 124 to 147 ആർട്ടിക്കിളാണ് സുപ്രീം കോർട്ടിനെയും പറ്റിയും അതിൻ്റെ ഇൻഡിപെൻഡൻസ്, പിന്നെ ജൂറിഡിക്ഷൻ, സുപ്രീം കോർട്ടിൻ്റെ ഓർഗനൈസേഷൻ, പവേഴ്സിനെയൊക്കെ പറ്റി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കോമ്പോസിഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ് നോക്കാം സുപ്രീം കോർട്ടിലെ. അറ്റ് പ്രസന്റ് ദ സുപ്രീം കോർട്ട് കൺസിസ്റ്റ് ഓഫ് 34 ജഡ്ജസ്. മൊത്തത്തിൽ ഇപ്പോൾ പ്രസന്റ് 34 ജഡ്ജസ് ആണ് സുപ്രീം കോർട്ടിലുള്ളത്. 1 ചീഫ് ജസ്റ്റിസ് ആൻഡ് 33 അതർ ജഡ്ജസ്. 1 ചീഫ് ജസ്റ്റിസും 33 അതർ ജഡ്ജസും ഉണ്ട് സുപ്രീം കോർട്ടിൽ. അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ് നോക്കാം. ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ്. നമ്മുടെ പ്രസിഡന്റിന്റെ ഫംഗ്ഷനിൽ തന്നെ പറഞ്ഞു സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അതേപോലെ ചീഫ് ജസ്റ്റിസ് ഇസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ with such judges of the Supreme Court and High Court as he deemed necessary. ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ബൈ ദ കൺസൾട്ടേഷൻ ഓഫ് അതർ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ടിലെ ബാക്കിയുള്ള ജഡ്ജസിന്റെ കൺസൾട്ടേഷൻ പ്രകാരമാണ് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതർ ജഡ്ജസ് ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് ജസ്റ്റിസ്. പിന്നെ ബാക്കിയുള്ള ജഡ്ജസിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസുമായിട്ടുള്ള കൺസൾട്ടേഷനിലായിരിക്കും പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ഇതാണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ്. ഇനി പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഓഫ് ജഡ്ജസിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. എ പേഴ്സൺ ടു ബി അപ്പോയിന്റഡ് ആസ് എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഷുഡ് ഹാവ് ഫോളോയിങ് ക്വാളിഫിക്കേഷൻ. സുപ്രീം കോർട്ടിലെ ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷൻസ് ആണ്. ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സിറ്റിസൺ ആയിരിക്കണം. ഹി ഷുഡ് ഹാവ് ബീൻ എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഫോർ 5 years, 5 വർഷമായി ഹൈക്കോർട്ടിലെ ജഡ്ജ് ആയിരിക്കണം. ഓർ ഹി ഷുഡ് ഹാവ് ബീൻ ആൻ അഡ്വക്കേറ്റ് ഓർ ഹൈക്കോർട്ട് ഫോർ 10 years, 10 വർഷമായിട്ട് ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഹി ഷുഡ് ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് പ്രസിഡന്റിന്റെ ഒപ്പീനിയനിൽ ജൂറിസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റിംഗ്വിഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ സുപ്രീം കോർട്ടിൽ ജഡ്ജ് ആവാൻ പറ്റത്തുള്ളൂ. സോ എന്തൊക്കെ പറഞ്ഞാൽ ഹൈക്കോർട്ടിൽ 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവണം ജഡ്ജായിട്ട്, അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ 10 വർഷത്തോളം അഡ്വക്കേറ്റ് ആയിട്ട് ജോലി ഉണ്ടാവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സുപ്രീം കോർട്ടിലെ ജഡ്ജ് ആവാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ആൻഡ് പവേഴ്സ് ഓഫ് സുപ്രീം കോർട്ടിൻ്റെ പവേഴ്സും ജൂറിഡിക്ഷനും ആണ്. മെയിൻലി അത് ഫോളോയിങ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് 8 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 8 ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. പവേഴ്സ് ഓഫ് സുപ്രീം കോർട്ടിനും ജൂറിസ്ഡിക്ഷനും പറ്റി 8 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. Okay, original jurisdiction. The Supreme Court decides the disputes between different units of Indian Federation. അതാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റിട്ട് പഠിച്ചായിരുന്നു. സുപ്രീം കോർട്ടിൽ എംപവേഴ്സ് ടു ഇഷ്യൂ റിട്ട് എംപവർ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ ഹേബസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, ക്വാ വാലന്റോ ആൻഡ് ക്വാ സെർട്ടിറോ ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഫോഴ്സ്മെന്റിന് വേണ്ടിയുള്ള റിട്ട് ജൂറിസ്ഡിക്ഷൻ ആണ് ഈ പറഞ്ഞത്. പിന്നെ ഉള്ളത് അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ. ദ സുപ്രീം കോർട്ട് ഈസ് primarily a court of appeal and hears the appeals against the judgment of the lower court. The appellate jurisdiction എന്ന് പറഞ്ഞാൽ primarily ഒരു court of appeal and hears the appeal against the judgment. ലോവർ കോർട്ടിന്റെ അപ്പീലിന്റെ ജഡ്ജ്മെന്റ് ഒക്കെ സുപ്രീം കോർട്ടിലായിരിക്കും. അതാണ് അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓതറൈസ് ദ പ്രസിഡന്റ് ടു സീക്ക് ദ ഒപ്പീനിയൻ ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന്റെ ഒപ്പീനിയൻ പ്രസിഡന്റ് സീക്ക് ചെയ്യുന്നതാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, ഇനി പഠിക്കാനുള്ള കോർട്ട് ഓഫ് റെക്കോർഡ്. കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ്സ്, പ്രൊസീഡിങ്സ് ആൻഡ് ആക്ട് ഓഫ് സുപ്രീം കോർട്ട് ആർ റെക്കോർഡഡ് ഫോർ ദ പ്രീപെച്വൽ മെമ്മറി ആൻഡ് ടെസ്റ്റിമോണി. പ്രീപെച്വൽ മെമ്മറിയും ടെസ്റ്റിമോണിയും ആയിട്ടാണ് സുപ്രീം കോർട്ടിലെ ജഡ്ജ്മെന്റ്സിനെയും പ്രൊസീഡിങ്സിനെയും ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണുള്ളത്. അതേപോലെ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ സുപ്രീം കോർട്ട് ടു എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി
legislative enactments and execute the orders of both central and state government. Central government state government orders execute ആവാനുള്ള ഒരു പവറാണ് പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ്റർപ്രിട്ടേഷൻ. ദി സുപ്രീം കോർട്ട് ഈസ് അൾട്ടിമേറ്റ് ആൻഡ് ഫൈനൽ ഇൻ്റർപ്രറ്റർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫൈനൽ ഇൻ്റർപ്രറ്റർ, അൾട്ടിമേറ്റ് ആൻഡ് ഫൈനൽ ഇൻ്റർപ്രറ്റർ എന്നാണ് സുപ്രീം കോർട്ടാണ്. അതായത് ഇറ്റ് ഈസ് എ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എ ഗ്യാരണ്ടർ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ടു സിറ്റിസൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഒരു ഗ്യാരണ്ടറും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഗാർഡിയനുമാണ് ആര്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അതർ പവേഴ്സ് വന്നിട്ട് സുപ്രീം കോർട്ടിൻ്റെ അതർ പവേഴ്സാണ് പറയാൻ പോകുന്നത്. ഇറ്റ് ഡിസൈഡ്സ് ദ ഡിസ്പ്യൂട്ട്സ് റിഗാർഡിംഗ് ദ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. അതായത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് നമ്മുടെ പ്രസിഡന്റിൻ്റെ ഇലക്ഷനും വൈസ് പ്രസിഡന്റ് വന്നാൽ അത് ഡിസൈഡ് ചെയ്യുന്നത് സുപ്രീം കോർട്ടായിരിക്കും. ഇറ്റ് എൻക്വയർസ് ഇൻ ടു ദ കണ്ടന്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ദ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് യൂണിയൻ പബ്ലിക് സർവീസ് ഓർ റെഫറൻസ് മെയ്ഡ് ബൈ ദ പ്രസിഡന്റ്. അതായത് UPSCയിലെ ചെയർമാൻ്റെ എന്തെങ്കിലും ബിഹേവിയറിലോ കണ്ടന്റിലോ എൻക്വയറി നടത്തുന്നത് സുപ്രീം കോർട്ടായിരിക്കും. ഇറ്റ്സ് ലോ ഈസ് ബൈൻഡിങ് ഓൺ ഓൾ ദ കോർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏത് കോർട്ടിൻ്റെ ലോ ബൈൻഡ് ആവുന്നത് ആരാണ്? സുപ്രീം കോർട്ടാണ് ഓവറോൾ ഹെഡ് ഓഫ് ദ കോർട്സ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇത്ര മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? പവേഴ്സ് ഓഫ് ദ സുപ്രീം കോർട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ള ലാസ്റ്റാണ് ജുഡീഷ്യൽ അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ്. It is the special power of Supreme Court. The Supreme Court is authorized to grant in its discretion special leave to appeal from any judgment in any matter passed by any court or tribunal in country. So, in the Supreme Court is authorized to grant its ഡിസ്ക്രിപ്ഷൻ സ്പെഷ്യൽ ലീവ് കൊടുക്കാൻ അപ്പീൽ ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും കോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ട്രിബ്യൂണൽ ഇൻ ദ കൺട്രിയിൽ നിന്നോ എക്സെപ്റ്റ് ദ മിലിറ്ററി ട്രിബ്യൂണൽ ആൻഡ് ദ കോർട്ട് മാർഷലിൽ നിന്നോ സുപ്രീം കോർട്ടിന് ഒരു അപ്പീൽ കൊടുക്കാം, ഒരു അപ്പീൽ വരാൻ സാധ്യതയുണ്ട്. അതാണ് അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ് എന്ന് പറയുന്നത്. ദിസ് പ്രൊവിഷൻ കണ്ടെയ്ൻസ് 4 ആസ്പെക്ട്സ് as ഉണ്ട്. 4 ആസ്പെക്ട്സ് ഉണ്ട് ഈ പ്രൊവിഷന് വേണ്ടി. ഇറ്റ് ഈസ് ഡിസ്ക്രിഷണറി പവർ ആൻഡ് ഹെൻസ് cannot be claimed as a matter of right. മാറ്റർ ഓഫ് റൈറ്റിൻ്റെ രീതിയിൽ നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ക്യാൻ ബി ഗ്രാൻറ്റഡ് ഇൻ എനി ജഡ്ജ്മെൻറ്റ് വെദർ ദ ഫൈനൽ ഇൻട്രോലോക്കർ, അതല്ലെങ്കിൽ ലോവർ കോർട്സിൻ്റെ ഏതെങ്കിലും ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിന് വേണ്ടി നമുക്ക് അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ് കൊടുക്കാം. അല്ലെങ്കിൽ ഇറ്റ് മേ ബി റിലേറ്റഡ് ടു എനി മാറ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിൽ, ക്രിമിനൽ, ഇൻകം ടാക്സ്, ലേബർ, റവന്യൂ അങ്ങനെ. അതായത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടോ അല്ലെങ്കിൽ സിവിൽ പ്രകാരമോ ക്രിമിനൽ, ഇൻകം ടാക്സ്, ലേബർ അങ്ങനത്തെ രീതിയിൽ നമുക്ക് അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ് കൊടുക്കാം. ഇറ്റ് ക്യാൻ ബി ഗ്രാൻറ്റഡ് against any court or tribunal and not necessarily against a high court. അപ്പം ഏതെങ്കിലും ഹൈക്കോർട്ടിനെതിരായിട്ടോ ഹൈക്കോർട്ട് ഗ്രാൻറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഇതിനെപ്പറ്റി കേസിൻ്റെ ഇതിലായിട്ടോ ഒക്കെ നമുക്ക് അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ് ഗ്രാൻറ്റ് ആവുന്നതാണ്. അതുപോലെ thus the scope of this provision is very wide and it vests the Supreme Court with a plenty of jurisdiction to hear appeals. അപ്പീൽ ഹിയർ ചെയ്യാനുള്ള ഒരു plenty of jurisdiction ഈ ഒരു പ്രൊവിഷന് സ്കോപ്പായിട്ട് ഉള്ളതാണ്. സോ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ പവർ ആണ് സുപ്രീം കോർട്ട് അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക് വന്നിട്ട്. സോ നമ്മുടെ മൊഡ്യൂൾ 3 ഇതോടുകൂടി കംപ്ലീറ്റ് ആവുകയാണ്. സോ മൊഡ്യൂൾ 3 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ മൊഡ്യൂൾ 4 ആയിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ് ഇൻ അവർ ചാനൽ. താങ്ക് യു.